അപ്പൊ അതാണ് കാര്യം. നാഗബന്ധന പൂട്ട് തുറക്കണം. അതിനുള്ള മന്ത്രവും താഴുവൊന്നും എന്റെ കയ്യിലില്ലല്ലോ ഐശ്വര്യലക്ഷ്മി. ഞാൻ പെട്ടുപോയല്ലോന്നറിയട്ടാ. ആ മാല കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ ആ രമാദേവി എന്നെ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്ന് പടിയിറക്കും. രമാദേവി അങ്ങനെ പറഞ്ഞു? ഓ, അപ്പൊ ഒരു മുഴം മുന്നേ ആണല്ലോ ഏറ്. ഇനി നിന്റെ മുന്നില് ഒരു വഴിയേ ഉള്ളൂ. നാഗബന്ധന പൂട്ട് തുറക്കാനുള്ള മന്ത്രങ്ങളും താഴും കല്യാണിയിൽ നിന്ന് നേടിയെടുക്കുക. അല്ലെങ്കിലേ രമാദേവി നിന്റെ ജീവിതം കീറിയെറിയും. രമാദേവി ഒന്ന് തീരുമാനിച്ച പിന്നെ അണുവിടെ പുറകിലേക്ക് പോയില്ല. നീ ഫോൺ വെച്ചേ. രമാദേവി എന്നെ വിളിച്ചുള്ള ആസൂത്രണമാണല്ലോ. ഓടുന്ന പട്ടിക്കാണ് ഒരു മുഴ മുൻപേ എറിയേണ്ടത്. നരിക്കത് പോരാ, അത് വന്യമൃഗമാണ്, വേട്ടമൃഗം. എന്തായി തേടി ഇറങ്ങിയിട്ട് എന്ത് കിട്ടി പറയേ. നന്നായി. അപ്പൊ അരമുറുക്കി ആയുധം തേർച്ച കൂട്ടി ഒടുവിൽ ഒറ്റയ്ക്ക് വേട്ടക്കിറങ്ങിയല്ലേ? പകയുടെ പാമ്പുകൾ ഇഴഞ്ഞ് പണമെടുത്ത കാടുകളിൽ മിന്നൽ വേഗമുള്ള കരിമ്പൂലികളുള്ള കാട്ടിൽ വേട്ടമൃഗമായ നരിയില്ലാതെ വേട്ടക്കിറങ്ങിയ എന്ത് സംഭവിക്കുമെന്ന് രമാദേവി അറിയണം. എല്ലും കഷ്ണം പോലും കിട്ടാതെ രമാദേവി കാടിന്റെ കായങ്ങളിൽ മറയും. ഇത് കാട്ടുകനി തേടിയുള്ള യാത്രയല്ല, മണിമാല തേടിയുള്ള യാത്രയാ. അതിന് ഇവിടെ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തിനാ മിനിസ്റ്ററെ ഭയക്കുന്നത്? അദ്ദേഹം കൂടി എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം സഹകരിക്കുന്നതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? നീ ചെയ്യുന്നതിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. കണക്ക് കൂട്ടലുകൾ എവിടെയെങ്കിലും പിഴച്ചാൽ അഭിമാനം എന്നത് അപമാനമായി മാറാൻ അധിക സമയമെടുക്കില്ല. ഒരു മംഗളകർമ്മം ഈ വീട്ടിൽ പ്ലാൻ ചെയ്യുമ്പോ ഇത്രയധികം കടന്നു ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നത് വരെ ഐശ്വര്യ എന്ന് പറയുന്നത് നിനക്ക് അലർജിയായിരുന്നു. അവിടെ പേര് കേട്ടാൽ തന്നെ നീ കലിതുള്ളുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന ഉടൻ തന്നെ നീ പ്ലാൻ ചെയ്യുന്നത് അവളെ മരുമകളായി അംഗീകരിക്കാൻ ഒരു ചടങ്ങ് നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാകാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഐശ്വര്യം മരുമകളായിട്ട് അംഗീകരിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്തുദ്ദേശത്തോടു കൂടിയാണ് നീ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു സതുദ്ദേശം അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അത് ഓർമ്മ വേണം. ഇപ്പൊ തന്നെ ആരോ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. നിന്റെ ഉള്ളിൽ വിഷം കലർന്നു. ആശുപത്രിയിൽ നീ മരണവുമായിട്ട് മല്ലിട്ടു. ദൈവാധീനം കൊണ്ട് നീ രക്ഷപ്പെട്ട് പുറത്തു വന്നു. അതിന്റെ വിഷമതകൾ മാറും മുമ്പേ അടുത്തൊരു ചടങ്ങ്, അതും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ആർഭാടമായ ഒരു ചടങ്ങ്. അത് കൈവിട്ട കളിയാകാതെ നീ നോക്കണം. ഐശ്വര്യയും നീയും ഒത്തുപോകുമെന്ന് ഒന്നുകൂടി ഗൗരവത്തിലൊന്ന് ചിന്തിക്കണം. നിങ്ങളെ തമ്മിൽ ഒത്തുപോകാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരുന്നത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് അദ്ദേഹത്തെയും ബാധിക്കും, നമ്മളെയും ബാധിക്കും. മന്ത്രിക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു നീരസമുണ്ടായാൽ അത് മഹിക്ക് വേണ്ടി നമ്മൾ കണക്കാക്കി വെച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും തകരും. അർജുന് വേണ്ടി ഐശ്വര്യയോട് നീ ഇല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് മഹിയുടെ ജീവിതത്തെ ബാധിക്കാതെ നോക്കണം. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? നിന്റെ ബുദ്ധിയും തീരുമാനങ്ങളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്തതല്ല.
എന്റെ ആശങ്കകൾ നിന്നെ ഞാൻ അറിയിച്ചതാ. എന്റെ ടെൻഷൻ നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോടാ പറയുക? ഇപ്പൊ ഞാനത് കണ്ടിട്ട് വരുന്ന വഴിയാ. രണ്ടുപേരുടെയും പ്രണയ സല്ലാപം കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാ. പറഞ്ഞു കേൾക്കുന്നതിനേക്കാളും നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാല് നമ്മളും പ്രേമിച്ച് കല്യാണം കഴിച്ചാണല്ലോ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് അവര് തമ്മിലാ യഥാർത്ഥ പ്രണയം എന്ന്. ഇങ്ങനെ വേണം പ്രണയിക്കാൻ, അല്ലാതെ ഭൂമിയെയും ചന്ദ്രനെയും പോലെ ഒരു നിശ്ചിത അകലം വെച്ച് കറങ്ങി നടക്കുന്നതല്ല പ്രണയം. ശരി, അവര് തമ്മിൽ പ്രേമത്തിലാണ്. നമ്മളും പ്രേമിച്ച് കെട്ടിയവരല്ലേ? എന്നിട്ട് നമ്മുടെ വിവാഹത്തിന് അംഗീകാരം കിട്ടിയോ? അമ്മന്റെ മരുമകളായിട്ട് ഇതുവരെ അംഗീകരിച്ചോ? ഇവൻ ഇങ്ങനെ പരസ്യമായിട്ട് ആ വേലക്കാരിയുടെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടന്നാല് തീർച്ചയായും അത് ദക്ഷയായിട്ട് പ്രശ്നം ഉണ്ടാവുക തന്നെ ചെയ്യും. ദക്ഷ പ്രശ്നം ഉണ്ടാക്കിയാൽ അതോടെ സാറിന്റെ അമ്മയ്ക്ക് ഭ്രാന്തളകും. പിന്നൊരിക്കലും നമുക്ക് വാഗ്ദാനം തന്ന ചടങ്ങൊന്നും നടക്കാൻ പോകുന്നില്ല. മഹിയുടെ പ്രവൃത്തിയോടുള്ള ദേഷ്യം നമ്മളോടായിരിക്കും അമ്മ കൂടുതൽ കാണിക്കുക. ചേട്ടൻ തെളിച്ച വഴിയിലൂടെ അനിയൻ നടന്നു എന്നതായിരിക്കും അമ്മയുടെ അടുത്ത ആരോപണം. പ്രശ്നങ്ങൾ വരാൻ പോകുന്ന വഴി ഏതാണെന്ന് സാറിന് ഇപ്പൊ ബോധ്യായോ? ബോധ്യായി. സാറിപ്പൊ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാ. എന്താ അത്? ചിന്നുവിന്റെ പുറകെ മഹി നടക്കുന്ന വിവരം പൊടിപ്പും തൊങ്ങലും വെച്ച് അമ്മയെ അറിയിക്കാം.